ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ എന്താണ് CMRL കമ്പനി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുൻപിൽ അവർക്ക് ടാക്സ് ഇളവ് വേണം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു രേഖ. ആ രേഖയിൽ വീണ വിജയൻ്റെ കമ്പനി അവർക്ക് ചെയ്ത സേവനങ്ങൾക്ക് 1,70,00,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു പല സമയങ്ങളിലായി. ഇതാണല്ലോ കേസ്. ഈ കേസ് അതിലൊന്നുകൂടി ഒരു വ്യക്തത, അതിൽ 1,72,00,000 രൂപ ചെയ്യാത്ത സേവനത്തിന് കൊടുത്തു. കൂടാതെ ഏകദേശം 90 ലക്ഷം രൂപയോളം വായ്പയായിട്ടെടുത്തു. മൊത്തം 2.7. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഒരു ഇടപാട് എന്നുള്ളതിനേക്കാളും അപ്പുറം ഇതൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൂടാതെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഈ CMRL എന്ന് പറയുന്ന കമ്പനി പണം കൊടുത്തു എന്നുള്ളത്. അതും എന്ത് ചെയ്യണം, ടാക്സ് ഇളവ് തരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ എത്തുന്നത്. ആ കമ്പനി തീരുമാനമെടുക്കേണ്ട സംവിധാനം എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് തീരുമാനമെടുക്കേണ്ടത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. ആ ബോർഡിൻ്റെ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന SFIO ആ ഒരു അന്വേഷണത്തെ പ്രഖ്യാപിക്കുന്നു. ഈ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു കമ്പനി എന്ന് പറയുന്നത് ഇത്രയും വലിയ ടേൺ ഓവറുള്ള ഒരു കമ്പനി നിരവധി കേരളത്തിലെ കമ്പനികളുമായി നിരവധി ഇന്ത്യയിലെ കമ്പനികളുമായി പോക്കുവരവ് സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ടാകും, ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാകും, ബിൽ ട്രാൻസാക്ഷൻ നടത്തി, ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാകും. ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ചുരുങ്ങുന്നത് SFIO വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ഒരു 2.70 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ എന്തിനു നടത്തി എന്നുള്ളത് അതൊരു സാമ്പത്തിക കുറ്റകൃത്യമായി SFIO കണ്ടെത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വീണ വിജയനെ സംബന്ധിച്ച് ഈ സമയം വരെ എക്സാലോജിക്ക് വീണ വിജയനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അവരുടെ മുന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് വീണ വിജയന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിലേക്ക് വീണ വിജയനെ വിളിച്ചിട്ടില്ല. അവിടെ എന്താണ് സംഭവിക്കാൻ പറഞ്ഞെന്ന് കഴിയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു, രാഷ്ട്രീയ വിവാദം ഉണ്ടായി. ഇൻകം ടാക്സ് അടച്ചു എന്ന് പറഞ്ഞു, GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിവാദം ഉണ്ടായി. GST അടച്ചു എന്ന് തെളിഞ്ഞു. അതുകൂടാതെ പിണറായി വിജയൻ്റെ ബിനാമിയാണ്, പിണറായി വിജയനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് മാറ്റിക്കൊടുന്നാണ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് പറയുന്നു, ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല, ഇതൊരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗം പിണറായി വിജയൻ ചെയ്ത കുറ്റമല്ല എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയും നടത്തിയിട്ടുള്ള ഇടപാടിൽ ഒരു കുറ്റകൃത്യം SFIO കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. ആ വാർത്തയിൽ എന്ത് സംഭവിച്ചു, നാളെ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. അതിൽ 2 കാര്യങ്ങളാണ് ആരും. ഒന്നെന്താ അറിയോ, 182 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ അതിൻ്റെ അകത്ത് മറ്റുള്ള സംവിധാനമായി രാഷ്ട്രീയക്കാർക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഈ കമ്പനിയെ കൊടുത്തിട്ടുണ്ടെന്നോ. 182 കോടി രൂപ. അതിൻ്റെ അകത്ത് ഒരാളെ പോലും ഈ സമയം വരെ പ്രതിയാക്കിയിട്ട് നമുക്കറിയില്ല. ഒരാളെ പോലും പ്രതിയാക്കിയിട്ടില്ല. ആരൊക്കെയാണ് പ്രതിയാക്കുന്നത്, 1 CMRLൻ്റെ MD, 2 CMRL, 1 എക്സാലോജിക്ക്, 2 വീണ വിജയൻ. ഈ 3-4 പേരും കൂടെ മാത്രമാണോ ഈ 182 കോടി രൂപയുടെ അഴിമതി നടത്തിയത്? ഒരിക്കലുമല്ല. അപ്പോൾ ഞാനിതിന് വിചാരിക്കുന്നത് രാഷ്ട്രീയമായി മാത്രം ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രിയിലേക്ക് ഇതിനെ എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യം മാത്രം മുന്നോട്ട് എടുത്ത് വെച്ചിട്ട് ഈ കേസിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് രാഷ്ട്രീയ പേരൊന്നും അല്ലാത്തതിൻ്റെ ഒരു അപ്പുറമല്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു, ഈ 182 കോടി രൂപയിൽ ആരൊക്കെയാണ് പ്രതി എന്നുള്ളത് പുറത്തു വരണ്ടായിരുന്നോ? 182 കോടി രൂപയിൽ എക്സാലോജിക്കുമായി ഈ CMRലുമായി ബന്ധപ്പെട്ട് ആൾക്കാർ നടത്തിയ അഴിമതി, അതിൻ്റെ അകത്ത് UDFൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഇവരുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ PV CJO അങ്ങനെ നിരവധി പേരുകൾ അതിനകത്തുണ്ടായിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും പ്രതിയാക്കി നമുക്കറിയില്ലല്ലോ. എന്തുകൊണ്ടാണ് വീണ വിജയനെ, വീണ തൈക്കണ്ടിയെ മാത്രം പ്രതിയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ്? തട്ടിക്കൂട്ട് ചാർജ് ഷീറ്റ് എന്നാണ് ഇതിന് പറയാൻ പറ്റുക. തട്ടിക്കൂട്ട് ചാർജ് ഷീറ്റ് നാളെ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കോടതിയിൽ നാളെ രാവിലെ സമർപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറം ഇതൊന്നുമില്ല. ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊളിറ്റിക്സ്, രാഷ്ട്രീയം അല്ല, പൊളിറ്റിക്സ് അന്വേഷണങ്ങൾ മാത്രമായിരിക്കും. ഇത്രയും നാളും എന്താണോ കേരളത്തിൽ നടന്നത് അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക് രാഷ്ട്രീയമാണ് ഇനി നടക്കാൻ പോയത്, അന്വേഷണങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്താണോ കേരളത്തിൻ്റെ പൊളിറ്റിക്സിന് ആവശ്യമുള്ളത് ആ പൊളിറ്റിക്സിന് ആവശ്യമുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കും. അതിൽ ആരെയാണോ പ്രതി ചേർക്കേണ്ടത് ആ പ്രതിയെ ചേർക്കുന്ന സംവിധാനങ്ങൾ ഇനി നടക്കും. അതുമായി മാത്രമായിരിക്കും ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്നത്. അതിനേക്കാൾ അപ്പുറം ഇതൊന്നും കാണാനില്ല. അതുമാത്രമല്ല, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇനി അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റിയൊരു വേദിയായി ഇത് മാറിയിട്ടുണ്ട്. ഇനി എന്താണ്, ഇവർക്ക് ഒരു ജാമ്യം എടുക്കേണ്ട, വേറൊരു സംവിധാനത്തിന് മുന്നിൽ പോകേണ്ട, ആരുടെയും മുമ്പിൽ കാര്യം ധരിക്കേണ്ട. ഇതൊരു കമ്പനിയും തമ്മിലല്ല, ഒരു സാമ്പത്തിക ഇടപാടാണ്. ആ സാമ്പത്തിക ഇടപാട് ഒരു കുറ്റമായി SFIO കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നേരെ കോടതിയിൽ പറഞ്ഞാൽ മതി. അതിനപ്പുറം ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ പോകേണ്ട. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇനി വരുന്ന കാര്യങ്ങളെല്ലാം നിയമ പോരാട്ടത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് വീണ വിജയൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.